ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് റാഗി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് റാഗി തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അത് തലേന്ന് കുതിർത്ത് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുതിർത്ത് വെച്ച റാഗി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നന്നായി നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്താണ് ഈ ഒരു റാഗി അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം പോലെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കുക. വീണ്ടും ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് റെസ്റ്റിന് വെക്കുക. അതായത് അതിൻ്റെ ആ പൊടീൻ്റെ തവിടൊക്കെ ഒന്ന് താഴുന്നത് വരെ ഒന്ന് റെസ്റ്റിന് വെക്കുക. അതിന് ശേഷം നമ്മളിത് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ചീനിച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തലേന്നേ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല വെള്ള കളറുള്ള റാഗിപ്പൊടി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന എളുപ്പമാണ് ഈ ഒരു റെസിപ്പി ചെയ്യാൻ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ 3 ശർക്കരയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അഥവാ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. കൽക്കണ്ട വെച്ച് ഈ ഒരു റെസിപ്പി ചെയ്യുക. എൻ്റെ കയ്യിൽ കൽക്കണ്ട ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശർക്കര വെച്ചാണ് ചെയ്യുന്നത്. പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ 6 മാസമൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുപ്പിൽ വെച്ച് നമ്മളിത് പോവരുത്. ഇത് ആവുന്നത് വരെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലാതെ ഇത് അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി നമ്മളിത് തയ്യാറാക്കുക. ഇടയ്ക്ക് മധുരം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. മധുരം ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ഈ ഒരു റെസിപ്പി ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ്, മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക്. ഇപ്പോൾ കുട്ടികൾക്ക് രക്തക്കുറവുള്ള കുട്ടികളാണെങ്കിലും പിന്നെ വലിയവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന സാധനമാണ് മില്ലറ്റുകളിൽപ്പെട്ട ഒന്നാണ് റാഗി. അപ്പോൾ റാഗി എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും ഗുണങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുക. പിന്നെ ഈ റാഗി വെച്ചുകൊണ്ട് നമുക്ക് ദോശ, അട ഒക്കെ തയ്യാറാക്കുന്നതാണ്. അതുപോലെ പുട്ട് തയ്യാറാക്കുക. കുട്ടികളൊന്നും പുട്ടൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കാറില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുക. അതായത് ഇത് മധുരമാണല്ലോ. അപ്പോൾ കൽക്കണ്ട ഉപയോഗിച്ച് ശർക്കര ഉപയോഗിച്ചും ചെയ്യുക. പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും. നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിലൊരു തിള വരുന്ന സമയമാണ് കേട്ടോ. ആ സമയം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പാക ടൈം. അപ്പോൾ ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു വീഡിയോയിൽ കാണുന്ന